അപ്പോൾ ഇന്നലെ നമുക്ക് വിശേഷം ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അമ്മേൻ്റെ കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് കുറേ ആൾക്കാർ, ഞങ്ങളെ ബന്ധുക്കാരും പിന്നെ അടുത്തുള്ളവരും എല്ലാവരും അമ്മേനെ കാണാൻ ഇങ്ങനെ വരും. ഇടയ്ക്കിടയ്ക്ക് രാത്രി വരെ ആളേനു. അപ്പം നമുക്ക് ഇന്നിപ്പോ ഇതുവരെ ആളാണ്. നീ കുറച്ചു നേരം രാത്രി മഴ പെയ്യണമെങ്കിൽ രാവിലെ ഒരു 10 മണി തുടങ്ങി വന്നാ പിന്നെ രാത്രി വരെ ആളാണ്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ വരും. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് പറയാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പറയാനുള്ള പറഞ്ഞപ്പോ എല്ലാവർക്കും കേൾക്കണവർക്ക് ഒരു ഇതാവും, പറയണ നമുക്കൊരു ഗതിയാണ്. നീ അസുഖമല്ലേ പറയാനുള്ളത്, അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ വേണ്ടാച്ച്. പിന്നെ കുറേ ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വീഡിയോ കൂടി ഇല്ലാത്തല്ലേ. അപ്പോൾ ഫോണ് വിളിച്ചിട്ട് ഫോണിനൊരു ഒഴിവില്ലേ, മെസ്സേജ് ഉണ്ട്. അപ്പം എല്ലാവരും ഓരോരോ കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. നമുക്ക് അറിയാത്തത് കൊണ്ട് പറഞ്ഞു തരുന്നതാവും. ഒരു നമ്മളെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു 2-3-4 കമൻറ്റ് ഒരേപോലെ വന്നിട്ടുണ്ട്. ഈ യൂട്രസിലാണ് പ്രശ്നം. അപ്പം അത് എടുത്ത് നിങ്ങൾക്ക് ഒഴിവാക്കി കൂടെ. എന്നാൽ അമ്മയ്ക്ക് ഇത്ര ടെൻഷനായി ഇത്ര വേദന സഹിക്കണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ട കാര്യത്തിൽ പ്രായമായില്ലേ. ഇപ്പോൾ യൂട്രസിന്റെ ഇതില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയാൽ പ്രശ്നം തീർന്നില്ലേ. ഒഴിവാക്കാൻ പറ്റാത്ത അതവിടെ വന്നത് മുകൾ ഭാഗത്താ വന്നത്. യൂട്രസിന്റെ അടിയിലായിരുന്നു. അടിയിലായിട്ടാണ് വന്നത്. അപ്പൊ ഡോക്ടറോട് അങ്ങനെ പറഞ്ഞിരുന്നു, യൂട്രസ് അങ്ങനെ എടുത്ത് മാറ്റാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞത് എടുത്ത് മാറ്റാൻ മെയിനായിട്ട് മുകൾ ഭാഗത്ത് യൂട്രസിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ യൂട്രസ് എടുത്ത് മാറ്റാം. പക്ഷെ അതിന്റെ അടിയിലാവുമ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റൂല, അതിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം. അപ്പൊ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അത് റിമൂവ് ചെയ്യാതുന്നത്. യൂട്രസ് പുറത്തേക്കും കുറച്ച് മൂത്രസഞ്ചിന്റെ അല്ലേ, കുറച്ച് സ്പ്രെഡ് ആയിട്ട് കുറച്ച് അടുന്നോട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്ത് കളയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമല്ല, ഉപകാരമല്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് കുറെ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ അസുഖം എങ്ങനെ, തുടക്കം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അറിയാത്തവര് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പത്തെ കണ്ടീഷൻ വെച്ചാൽ വേദനയാണ്, നല്ല വേദന. ഇപ്പോഴും തന്നെ മുഴ ഉണ്ടാ. മുഴ ഇപ്പൊ ആദ്യം ഉണ്ടായി എന്റെ മുകളിലായിട്ടാണ് ആ മുഴ. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ കിഡ്നിക്ക് നീര് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നല്ല വേദന വന്നത്. വേദന ഇങ്ങനെ വരും, വേദന വന്നാൽ നല്ല വേദനയാണ്. എന്നാലും പറഞ്ഞത് ഇങ്ങനെ കാണിച്ചൂടെ. പക്ഷെ അപ്പൊ ഈ സുഖമില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ കാണിക്കാൻ ഒരു ഗതികേടാണ്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. കടക്കനെയാണ് പുറത്ത്. അല്ലെങ്കിൽ അല്ലാത്ത ടൈമിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കണം. മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിട്ടാണ് നടക്കണത്. ശരിക്കും നേർന്നിട്ട് നടക്കാൻ പറ്റണില്ല, വേദനയുണ്ട്. അപ്പൊ അതിനെ പിടിക്കുക. അപ്പൊ അതിന് ഒരു ആണ്ട് പോകുമ്പോ തന്നെ ഇങ്ങോട്ട് വരുമ്പോ കുഴങ്ങാണ്. പിന്നെ എല്ലാം അവിടെ കൊണ്ടുപോയി കടത്തുക. പിന്നെന്താ വെച്ചാല് പിന്നെ പുറത്തേക്ക് വന്നു. അപ്പൊ അതിനൊന്നും വയ്യ. പുറത്തേക്ക് കാണിച്ച് നമുക്ക് വീഡിയോയിലൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്താ പറയാ. പിന്നെ ഇപ്പൊ അമ്മേനെ കാണാതൊക്കെ തന്നെയാണ് നല്ലത്. കാരണം ഇപ്പം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോ നിങ്ങൾക്ക് തന്നെ ചിലപ്പോഴും ഇടങ്ങാറാവും. അല്ലാതെ തന്നെ അമ്മേന്റെ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും ടെൻഷൻ. അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങാറ് തോന്നണ്ട. കാരണം ഇപ്പൊ ഇത്രയും വേദന സഹിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൂടി ശരിക്കും ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ആളെ കാര്യം പറയാണ്ടാവില്ല, അത്ര ക്ഷീണാവില്ലേ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ അമ്മയ്ക്ക് പറയാനും ഒന്നിനും പറ്റൂല. എപ്പോഴാ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കും. ഇപ്പൊ ഞങ്ങള് ഈ അടുത്ത് ഒരാൾക്കാർ കമന്റ് ഇട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് ഒരു ഹോമിയോ ഉണ്ട്, വിനു കൃഷ്ണന്റെ വണ്ടൂര്. അപ്പൊ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന്റെ സംസാരിച്ച് അവിടെ ചെന്നപ്പോൾ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഈ ട്രീറ്റ്മെന്റ് വരുന്നത് കീമോ റേഡിയേഷനും ചെയ്യാൻ പേടിയായവരുണ്ട്, അത് ചെയ്യാത്തവരുണ്ട്. 10-15 വർഷം അല്ലേ പറഞ്ഞ് ഹോമിയോ ആയിട്ട് 4 വർഷം 5 വർഷം കുറെ ആൾക്കാരുണ്ട് കേട്ടോ. കുറെ ദൂരത്തു നിന്നൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമുക്കത് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അന്നിപ്പോ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ അതും ചെയ്ത് പോവുകയാണെങ്കിൽ ഈ മുഴപ്പ് വരില്ലെന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വരാനുള്ളതാണ്. അപ്പൊ നമ്മള് പിന്നെ അമ്മയ്ക്ക് ഹോമിയോ അത്ര അമ്മേന്റെ ശ്വാസം മുട്ടലും ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ ഹോമിയോ മരുന്ന് അമ്മയ്ക്കൊരു പേടി തണുപ്പല്ലേ പറഞ്ഞിട്ട് അങ്ങനെ അമ്മേന്റെ പോണ്ടാന്ന് അങ്ങനെ നിന്നതാണ്. പിന്നെ ഇന്നലത്തെ മിഞ്ഞാത്തെ വീഡിയോയിൽ മൊത്തം കമന്റ് വന്നിട്ടുണ്ട്. കുറേ ഹോസ്പിറ്റല്, നല്ല നല്ല ഹോസ്പിറ്റൽ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുണ്ട്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട്, അത് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ മെഡിക്കൽ കോളേജ് നല്ലതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ അത് MVR KMCT ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല ഓരോ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഹോസ്പിറ്റലല്ലേ, അതാണ്. അതുകൊണ്ടാണ്. നമുക്കറിയാലോ നമ്മളെ വീട് പണിയാവലും അസുഖാവലും ഒക്കെ ഒപ്പാണ്. അപ്പൊ വീടിന്റെ കാര്യങ്ങളും
തന്നെ നമുക്ക് ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് മാറിയെന്ന് വിചാരിച്ചൊരു ഏകദേശം ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നൊരു സമാധാനത്തിൽ അപ്പോഴാണ് ഇങ്ങനെ വീണ്ടും വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ പെട്ടെന്നൊരു ആളെന്താ കാട്ടുക, ആരെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ആവണം. അല്ലാതെ നമുക്ക് വലുതിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ നല്ല ചികിത്സ ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ടല്ലോ. അപ്പം ഇനി ഒന്നും കൂടി ആലോചിച്ചിട്ട് ഇപ്പം ഇന്ന് വിളിച്ചിരുന്നു ഞാൻ ഡോക്ടറത്തേക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഇനി RCCക്ക് നമുക്ക് അമ്മേനെ കൊണ്ട് പോകാൻ കഴിയില്ല, കാരണം ട്രെയിനിലിരിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ ആംബുലൻസൊക്കെ പിടിച്ച് കൊണ്ടുപോകണം. പിന്നെ അവിടെ എത്തിയിട്ട് ഇങ്ങോട്ടും ഇതാവണ്ടേ, എന്താ ചെയ്യുക. ഒക്കെ അങ്ങനത്തെ ഒരു ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. വേദന പറഞ്ഞാൽ അത്രയും വേദനയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. പക്ഷെ കുറേ ആൾക്കാരല്ല 3 ആൾക്കാർ കേട്ടോ നമ്മൾ വാട്സാപ്പിൽ എന്നിട്ട് കുറേ ഡോക്ടർമാരെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ സ്ഥലത്തേക്ക് പോകാൻ. അതേ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. കോഴിക്കോടൊക്കെ നമ്മൾ നോക്കണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി വിളിച്ച് കൺഫേം ആക്കിയിട്ട് നമുക്ക് നമ്മളതിൻ്റെ പേപ്പറും കാര്യമൊന്നും നമ്മളെ കയ്യിലില്ലല്ലോ. ഇപ്പോൾ നമ്മളെ ഈ ഡോക്ടർ പറയണം എങ്ങനെയാണ്. നമുക്ക് ഞാൻ RCC ചെന്നിട്ട് അവിടെ ഇല്ല ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ. അങ്ങോട്ട് ഞാനും സന്ധ്യ ഞങ്ങളാണെങ്കിൽ രണ്ടാൾ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങണം എന്നാണ്, കോഴിക്കോട്ടേക്ക്. എന്താ അതിൻ്റെ പേര് പറഞ്ഞത്? പേരിക്കിച്ചല്ല, മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടപ്പുറത്തന്നെയെന്ന് പറഞ്ഞത്. ഇതായിട്ടുള്ളൊരു ക്ലിനിക്കാണ്, ഇങ്ങനത്തെ രോഗത്തിനുള്ളൊരു ക്ലിനിക്കാണ്. പിന്നെ അവിടുത്തെ നേഴ്സ് നമ്മളെ വീഡിയോ കാണാനാണ്. ഇന്ന് രാവിലെ കുറേ വിളിച്ച് ഡ്യൂട്ടീൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്ന് വിളിക്കലുണ്ട്. അമ്മയ്ക്ക് ക്യാൻസർ വന്ന അന്ന് മുതൽ തന്നെ ഇവിടെ കൊണ്ടാക്കിക്കോ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വരെ ചെയ്തോളാം. അന്ന് ബ്രേക്ക് തെറാപ്പി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഓലൊക്കെ നമ്പർ തന്നിട്ടുണ്ട്. വേറെ പാണ്ടിക്കാടിലൊരു താത്ത നമ്പർ തന്നിട്ടുണ്ട്. ഓലെ ഉമ്മാനൊക്കെ അവിടെ നിന്നാണ് ഇപ്പോൾ ചികിത്സ. അപ്പം അങ്ങോട്ടൊക്കെ നോക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒക്കത്തിനും ഇവിടുന്ന് ഇവരെ സമ്മതം കിട്ടാതെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്തെങ്കിലും അവസാനമായി കഴിഞ്ഞാൽ ലാസ്റ്റ് അങ്ങോട്ടേ കൊണ്ടു ചെല്ലുള്ളത്. അപ്പം അവിടെ എടുക്കൂല, ഇവിടെ എടുക്കാത്ത കണ്ടീഷനോ. പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്ക് ചികിത്സ നീട്ടിക്കാൻ പറ്റില്ല. അപ്പം നാളെ തന്നെ എങ്ങനെയും ഇറങ്ങി തുടങ്ങണം. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ട് എഴുതിയിട്ടേ 2 കാര്യങ്ങളുണ്ട്. ഓക്കെയിട്ട് നാളായിട്ട് അതിനായിട്ട് ഇറങ്ങണം. പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് എവിടെ ചെന്നാലും പഴയ ഇതൊന്നും സ്വീകരിക്കില്ല. ഓർക്ക് വലുതായിട്ടുള്ള കാര്യങ്ങൾ വേണം. MRI ആയാലും CT ആയാലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് തുടക്കം മുതൽ ചെയ്തു തുടങ്ങണം. അല്ലാതെ RCCയിലാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അമ്മേനെ കേൾക്കിച്ച ഒന്നും പറയണില്ല കേട്ടോ. അല്ല, അമ്മയ്ക്ക് കേട്ടാലും കുഴപ്പമില്ല. അമ്മക്ക് എന്താ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം. ഫസ്റ്റ് ക്യാൻസർ ഉണ്ടായെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേനോട്. അമ്മയ്ക്കൊരു പ്രശ്നമില്ല. അമ്മയ്ക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടേ പ്രശ്നമുള്ളൂ. അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ഭയങ്കര ധൈര്യമാണ്. പിന്നെ ഇപ്പൊ ഫുൾ ടൈം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മക്കള് വരലുണ്ട്, ഓളെ മക്കള്. പിന്നെ ഓലെ 2 കുട്ടികളുണ്ട്, കുട്ടിയായിട്ടുണ്ട്. പിന്നെ വീടിനായാലൊക്കെ എല്ലാവരും ഫുൾ ടൈം ഉണ്ട്. ഭയങ്കര എല്ലാരും വർത്താനം അത് കഴിച്ചു. അമ്മയത്ത് അങ്ങനെ ടെൻഷനൊന്നും ആരും കാണിക്കലില്ല. പിന്നെ അമ്മേനെ ഇങ്ങോട്ടാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമാധാനം തരുന്നത്, സന്തോഷം തരുന്നത്. അങ്ങനത്തെ പിന്നെ നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ല. എന്താ വെച്ചാല് നമ്മളിത് അവിടുന്ന് അത്രയും ഫസ്റ്റ് പോയതൊക്കെ എങ്ങനെയെന്ന് അറിയാം. ആകെ ടെൻഷനായിട്ട് അത്രയും മനസ്സിൽ ഭയങ്കര ടെൻഷൻ. ഇപ്പോഴും ടെൻഷനിലായല്ല, പക്ഷെ നമ്മളെ സഹിച്ചേ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോഴേ. അപ്പം നമുക്ക് എങ്ങനെ ദൈവം തന്നു വെച്ചാൽ നമ്മളത് ഏറ്റു വാങ്ങിയേ പറ്റുള്ളൂ. പിന്നെ ഒരു താത്ത പറഞ്ഞു, ആ താത്തയ്ക്ക് ഇങ്ങനെ വീണ്ടും ഒരു മുഴ വന്നിട്ട് ഓലത് സർജറി ചെയ്ത് മാറ്റി ആളെ ഓക്കെയാണ്, കുഴപ്പമില്ല. സർജറി കഴിയാറിന് അമ്മേന്റെ ഹെൽത്ത് ഓക്കെ അല്ല. അതാണ് ആവശ്യം. അമ്മേന്റെ വയസ്സും പിന്നെ അമ്മേന്റെ ഹെൽത്തും ഇപ്പം അതിന് അനുയോജ്യമല്ല. അത് ആ ഒരു പ്രശ്നമാണുള്ളത്. പിന്നെ പെട്ടെന്നൊന്നും സർജറി ചെയ്യൂല. 3 കീമോ ഒക്കെ കൊടുത്ത് മുഴയൊക്കെ ചുരുക്കി. അതാണോന്ന് ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ വീഡിയോ കൂടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ചെക്ക് ചെയ്ത് ഒരു സാധനം കാണുന്നുണ്ട്. അതിപ്പോൾ മുഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിന്റെ മുഴ തന്നെ ആയിക്കോളണമെന്നില്ല. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലോ അത് അറിയില്ലല്ലോ. ഒക്കെ ചെന്ന് അയച്ചിങ്ങന്ന് ചെക്കപ്പ് തുടങ്ങണം. ഞാൻ അപ്പം അങ്ങനെ അയച്ചെന്ന് ചെക്കപ്പ് തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിക്കും. അതാണ് ആ ഒരു ടെൻഷനാണ് നമുക്ക്. കാരണം ഈ കുത്തി പരിശോധനയും ഈ എന്താ അതിൻ്റെ പേര്, കോയിലർക്കി പരിശോധിക്കുന്ന പേര് പറയാം,
എൻഡോസ്കോപ്പി ഇതൊക്കെ പാടി MRI കഴിയുമ്പോഴത്തേന് ആകെ ഒരു പരിഭാവം. ആ ഒരു പേടിയിലാണ് ഇപ്പോൾ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മൾ കൂടുതൽ ഇപ്പം ഇനി ഇതിങ്ങനെ പറഞ്ഞിട്ടേ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളെ വിശേഷപ്പതല്ലേ. നമുക്ക് വേറെ ഇപ്പം ഇനി ചിരിച്ചും കളിച്ച് വേറെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ വിശേഷപ്പതാണ്. അപ്പം നാളെ വരാം കേട്ടോ, വിശേഷങ്ങൾ പറയാം.